ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിത്ത്. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് മൂവിങ് ആവറേജിനെ കുറിച്ചാണ്. മൂവിങ് ആവറേജ് എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കാം. നമ്മുടെ പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ട്രേഡിംഗ് എക്സ്പേർട്സും നമുക്ക് ഗ്രാഫ് കാണിക്കുമ്പോൾ ചാർട്ടിൻ്റെ ഇടയിൽ കൂടെ 2-3 ലൈൻ ഇങ്ങനെ പോണത് കണ്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ അതാണ് മൂവിങ് ആവറേജ്. ആ ലൈനിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ലൈൻ ക്രോസ് ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോണത്. മൂവിങ് ആവറേജ് പല ടൈപ്പ് ഉണ്ട്. സിമ്പിൾ മൂവിങ് ആവറേജ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് നോക്കുന്നത്. നമ്മൾ മൂവിങ് ആവറേജ് നമ്മൾ കൊടുക്കുന്നത് 20, 50, 100, 200 ഇങ്ങനെ പല ടൈപ്പിൽ കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മൂവിങ് ആവറേജ് നമ്മൾ 20 കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 20 കാൻഡിലിൻ്റെ പ്രൈസിൻ്റെ ആവറേജ് എടുത്താണ് ആ ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ ലൈനിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് 50 എടുക്കാം. 50 എടുക്കുമ്പോൾ കഴിഞ്ഞ 50 കാൻഡിലിൻ്റെ പ്രൈസിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് ഒരു ലൈൻ വരയ്ക്കുക. ഇത് നമ്മൾ 50 എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലോങ് പീരീഡ് ആയിരിക്കും എടുക്കുക. 100 എടുക്കുമ്പോൾ ഒരു 1 ഇയർ പീരീഡ്, 200 എടുക്കുമ്പോൾ അതിൽ കൂടുതൽ പീരീഡ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ 200 വരച്ച് നമുക്ക് മൂവിങ് ആവറേജ് വരച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മൂവിങ് ആവറേജ് എന്താണെന്ന് നോക്കാണ് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ചാർട്ടിലൂടെ മൂവിങ് ആവറേജ് വരയ്ക്കുക, അതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെറോധയുടെ കൈറ്റ് ആണ്. അപ്പോൾ ഈ മൂവിങ് ആവറേജ് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 20, 50, 100 ഇങ്ങനെ പല തരത്തിലുള്ള പീരീഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3 പീരീഡ് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള ബട്ടണിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രസ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ മൂവിങ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ മൂവിങ് ആവറേജിന് നമുക്ക് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജ് ഇങ്ങനെ പല തരത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോള്യൂം വെച്ചിട്ട് മൂവിങ് ആവറേജ് ചെയ്യുക, പ്രൈസ് വെച്ച് മൂവിങ് ആവറേജ് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്നത്തേൽ നോക്കുന്നത് പ്രൈസ് വെച്ചിട്ടുള്ള മൂവിങ് ആവറേജ് ആണ്. അതായത് 20 സെലക്ട് ചെയ്യുമ്പോൾ 20 കാൻഡിലിൻ്റെ പ്രൈസിൻ്റെ ആവറേജ് എടുക്കും. 20 കാൻഡിലിൻ്റെ ക്ലോസിൻ്റെ ആ ക്ലോസ് റേഞ്ചിലുള്ള പ്രൈസിൻ്റെ ആവറേജാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിങ് ആവറേജ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് കണ്ടില്ലേ, മൂവിങ് ആവറേജ് 9, ക്ലോസ് 0 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു 20, 50, 100 ഇങ്ങനെ 3 നമുക്ക് സെലക്ട് ചെയ്ത് നോക്കണം പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണം. 3 നമുക്ക് 3 ആവശ്യം. ഓക്കെ, അപ്പോൾ 3 ആവശ്യം എന്തെന്ന് വെച്ചാൽ 3 പീരീഡിലേക്കാണ്. 20 പറയുന്നത് ഷോർട്ട് ടേം, 50 പറയുന്നത് കുറച്ചും കൂടി ലോങ്, 100 എന്ന് പറയുന്നത് 1 ഇയർ. ഈ തരത്തിൽ ലോങ് ടേമിലേക്ക് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 വന്നിട്ടുണ്ട്. നമുക്ക് ലൈന് ക്ലിയർ ഇല്ല, ആ ലൈനൊക്കെ ഒന്ന് ശരിയാക്കാം. അപ്പോൾ അതിന് ഇപ്പോൾ മൂവിങ് ആവറേജ് 9 ക്ലോസ് എന്നതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് 3 ഐക്കൺ ഉണ്ടല്ലോ, അതിൽ സെറ്റിങ്സ്, നടുക്കത്തെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഇൻപുട്ട് ഉണ്ടല്ലോ, ഇതിൽ ലെങ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. 20 കൊടുക്കാം. അത് ഓരോരുത്തർ ഓരോ ടൈപ്പായിരിക്കും കൊടുക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രേഡ് ചെയ്യാനാണ്. ഇൻട്രാഡേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഷോർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലോസ് ഉണ്ടല്ലോ, ഇതാണ് ക്ലോസ്. നമ്മുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് ഇവർ സെലക്ട് ചെയ്യുക. നോർമൽ എല്ലാവരും ക്ലോസ് എടുക്കുക, അപ്പോൾ നമുക്കും ക്ലോസ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റുക, കുറച്ച് തിക്നെസ് കൂട്ടുക. ഈ കളർ കുറച്ചും കൂടി അറിയണതാണ്, നമുക്ക് യെല്ലോ കളർ കൊടുക്കുക. ബാക്കിയെല്ലാം അതേപോലെ തന്നെ മതി. അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതിൻ്റെ സെറ്റിങ്സ് എടുക്കണം. അതിൻ്റെയും നമുക്ക് തിക്നെസ് കൂട്ടുക. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റേഞ്ച് വന്നിട്ട് 20 കൊടുത്തല്ലോ, ഇനി നമുക്ക് 50 കൊടുക്കാം. ഓക്കെ, അടുത്തത് 50 കൊടുക്കാം. ഇത് കുറച്ചും കൂടി വലുത് കേട്ടോ, വലിയ പീരീഡിലേക്കുള്ളതാണ് 50. അപ്പോൾ 50 കാൻഡിലിൻ്റെ ആവറേജ് പ്രൈസ് എടുക്കും ഇത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈലിൽ ഓക്കെ അത് കൂട്ടിയെല്ലാം ഓക്കെ. കളർ വീണ്ടും ചേഞ്ച് ചെയ്യാം, ഗ്രീൻ കൊടുക്കാം, നമുക്ക് കുറച്ചും കൂടി ക്ലിയറായി അറിയും. ഇനി അടുത്തതിൻ്റെയും സെൻറ്ററിൽ ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത തിക്നെസ് കൂട്ടുക. ഇൻപുട്ടിൽ പോയിട്ട് നമുക്ക് അത് 100 കൊടുക്കാം. ഓക്കെ, 100 ലോങ് ടേമിലേക്ക് ഉള്ള മൂവിങ് ആവറേജ് ആണ്. ഓക്കെ, സ്റ്റൈൽ നമ്മൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇപ്പോൾ 3 ലൈൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇനി നമുക്കിത് 3 ഇപ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചു. ഇനി നമുക്കിതെല്ലാം ഹൈഡ് ചെയ്യാൻ ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ സെറ്റിങ്സിൻ്റെ 3 ഫസ്റ്റിലുള്ള ഐ ബട്ടണില്ലേ, കണ്ണിൻ്റെ ചിഹ്നമുള്ള, അത് നമുക്ക് കൊടുത്ത് ഓക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ 3 നമ്മൾ ക്ലോസ് ചെയ്തു. ഇപ്പോൾ മൂവിങ് ആവറേജ് ഇതിലില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നായിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം 20 എടുക്കാം. അപ്പോൾ 20 എടുക്കുമ്പോൾ ഞാനത് ചുരുക്കി ഒരു 5 ഡേയ്സ്ക്ക് ആക്കണം, അല്ലെങ്കിൽ 1 മന്തിക്ക് ആക്കണം. ആദ്യം 1 മന്തിക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇനി ഞാനത് ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ
ഇപ്പോൾ മൂവിങ് ആവറേജ് ഇത് 1 മന്തിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ SBI ഓൾറെഡി ബാങ്ക് സെക്ടർ എല്ലാം ഇന്ന് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഓൾറെഡി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് 430 മീറ്റർ 27 അവിടെ തുടങ്ങിയതാണ്. ഇപ്പോൾ 418 എത്തിയിട്ടുണ്ട്. എല്ലാം SBIയും കാനറ ബാങ്ക് 153ലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബാങ്ക് സെക്ടർ പൊതുവെ ഒന്ന് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമുക്കിത് നോക്കാം, ഈ മൂവിങ് ആവറേജ് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നോക്കി ഇത് 445 എന്നൊരു ഡൗൺ ട്രെൻഡാണ് കാണുന്നത്. അത് കറക്റ്റ് തന്നെയാണ്. 445 വരെയൊക്കെ പോയതാണ് കഴിഞ്ഞ ആഴ്ച മീറ്റ്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ പറഞ്ഞതിൻ്റെ ലാസ്റ്റ് 1 വീക്ക് ബിഫോർ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂവിങ് ആവറേജിൻ്റെ ലൈനിൽ കണ്ടോ, ആ 445 പ്രൈസ് റേഞ്ച് നോക്കി കാണാൻ പറ്റും. അതൊക്കെ ഈ യെല്ലോ ലൈനിൻ്റെ ചോട്ടിലാണ് പോയിരിക്കുന്നത്. ഈ യെല്ലോ ലൈന് നിങ്ങൾ കണ്ടറിയാൻ പറ്റും, പല തവണകളായിട്ട് സപ്പോർട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? അത് ബ്രേക്ക് ചെയ്ത സമയത്താണെങ്കിലോ ബ്രേക്ക് ചെയ്ത് ഒരു ചെറിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പല തവണകളായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു റാലിയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഏകദേശം 434 450 വരെ 460 വരെയൊക്കെ നമ്മുടെ ഈ ലൈനിൽ മുകളിലേക്ക് തന്നെയാണ്. ഇപ്പം ഇത് 5 ഡേയിലേക്ക് മാറ്റി നോക്കുക, കുറച്ചും കൂടി ഷോർട്ട്. അത് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ 20 എന്നുള്ളത് വീണ്ടും ചുരുക്കാം. ഇത് നോക്കൂ, 5 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ യെല്ലോ ലൈന് പല തവണകളായിട്ട് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് റെസിസ്റ്റൻസ് ആയിട്ട് പലതവണ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചുവട്ടിലായിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ടോ, കുറച്ചും കൂടി 418 ഏകദേശം 420 21 ആ ലെവൽ വരേക്ക് പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ എടുക്കാം? ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് കറക്റ്റ് എൻട്രി ലെവലാണ്, അല്ലേ? ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻട്രാഡേക്കെല്ലാം ഷോർട്ട് ചെയ്യുമ്പോൾ ഈ മൂവിങ് ആവറേജ് ക്ലോസ് ചെയ്ത് ഡൗൺ ആകുമ്പോൾ ഡൗൺ ട്രെൻഡിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നോക്കി അറിയാൻ പറ്റും. 426 എന്നുള്ള ലെവലിൽ കണ്ടോ, ഡൗൺ ആയിട്ട് ഡയറക്റ്റ് 423 വരയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ കയറാൻ നോക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഹൈഡ് ചെയ്യാം. ഇത് 20 മൂവിങ് ആവറേജ് അപ്പോൾ മനസ്സിലായിരിക്കും. നമുക്കിത് ഹൈഡ് ചെയ്യാം. അടുത്ത ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 50 ആണ്. 50 ആകുമ്പോൾ നമുക്ക് ഒരു 3 മന്ത് ഇട്ട് നോക്കാം. ആ ലെവലിൽ നോക്കണം. ഓക്കെ, കുറച്ച് ലോങ് ടേമിലേക്ക്. അപ്പോൾ അത്രയും 50 ക്യാൻഡിലിൻ്റെ പ്രൈസിൻ്റെ ആവറേജ് ക്ലോസിങ് ആവറേജ് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കണ്ടാൽ പറയാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ കണ്ടോ, ഒരു ഇത് ഫുള്ളായിട്ട് ബുള്ളിഷ് ട്രെൻഡാണ് കാണുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ ഗ്രീൻ ലൈനിലെ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് കാണുന്നത്. ഓക്കെ, ചില ഭാഗത്ത് നമുക്ക് കുറച്ച് ക്ലിയർ അല്ല. ആ ഭാഗത്ത് നമുക്ക് അതായത് ഒരു സൈഡ് വേവ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു സൈഡ് വേവ് ആണ്. അവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടുന്ന ഇടത്തിൽ കുറച്ച് നല്ല ഒരു റാലിയാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ നല്ല രീതിയിലാണ് മുന്നേറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 50 എടുക്കുന്നത്. ഇനി 100 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഇനി 100 എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഞാനൊരു 1 ഇയർ സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ 100ൻ്റെ 6 മന്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 200 ആയിരിക്കും മേ ബി ലോങ് ടൈമിലേക്ക് 1 ഇയർക്ക് കുറച്ചും കൂടി ബെറ്റർ. ഞാൻ 100 എടുത്തിരിക്കുന്നത്. 100 എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നിന്നെല്ലാം നല്ലൊരു അപ്പ് ട്രെൻഡാണ് കാണുന്നത് ഈ ലൈനിൻ്റെ മുകളിലേക്ക്, അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് ഈ ലൈൻ ടച്ച് ചെയ്ത് ഏകദേശം ഒരു ഹൈ ലെവലാണ് മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ലൈൻ ക്രോസ് ചെയ്തപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ഡൗൺ ട്രെൻഡാണ്. വീണ്ടും ഈ ഭാഗത്ത് ലൈൻ ക്രോസ് ചെയ്തു അപ്പ് ട്രെൻഡാണ്. അപ്പോൾ ഇത് നമുക്ക് ലോങ് ടേമിലേക്ക് ഇതൊന്ന് വെച്ച് നോക്കി നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റിൽ ഏകദേശം ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും എൻട്രി എടുക്കുന്നത് ശരിയല്ല. തിരിച്ച് നേരെ മറിച്ച് ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്കിത് കണ്ടറിയാൻ പറ്റും. അപ്പോൾ എൻട്രി എടുക്കുന്നത് കറക്റ്റ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മൂവിങ് ആവറേജ് വെച്ച് ട്രേഡ് ചെയ്യണത്. ഇത് പലരും പല കാൽക്കുലേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി ഏതാ ബെറ്റർ വെച്ച് അത് ചെയ്യാം. അപ്പോൾ ഇൻട്രാഡേക്ക് ചെയ്യുമ്പോൾ ഈ 20 എന്നുള്ളത് വീണ്ടും ചിലവർ കുറയ്ക്കും. അത് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. നോർമൽ എല്ലാവരും 20 വെച്ചിട്ട് തന്നെ ചെയ്യുക. ലോങ് ടേമിലേക്ക് ഈ ടൈപ്പ് ലൈൻ തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഇനി എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അത് വേറെയുണ്ട്. അത് കുറച്ചും കൂടി ഇതിലും ക്ലോസ് ആയിട്ടായിരിക്കും മൂവ് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.